2020 NTSC സാറ്റ് സെക്ഷനിലെ GK ആൻഡ് ഹിസ്റ്ററി പാർട്ടാണ് നമ്മൾ ഈ സെക്ഷനിൽ കൈകാര്യം ചെയ്യുന്നത്. സൗദി അറേബ്യയിൽ സ്ത്രീകൾക്ക് സമ്മതിദാനാവകാശം നൽകപ്പെട്ട വർഷം. ഇൻ സൗദി അറേബ്യ വോട്ടിംഗ് റൈറ്റ് വാസ് എക്സ്റ്റെൻഡഡ് ടു വിമൻ ഇൻ ദ ഇയർ 2005, 2015, 2016 and 2019. കറക്റ്റ് ആൻസർ ഈസ് 2015 ആണ് കറക്റ്റ് ആൻസർ. സൗദി അറേബ്യയിൽ സ്ത്രീകൾക്ക് സമ്മതിദാനാവകാശം നൽകപ്പെട്ട വർഷം. സ്ത്രീകൾക്ക് വോട്ടിംഗ് ഫ്രാഞ്ചൈസി ആൻഡ് വോട്ടിംഗ് സഫറേജ്, യൂണിവേഴ്സൽ വോട്ടിംഗ് സഫറേജ് എന്ന് പറയുന്ന രണ്ട് വാക്കുകളാണ് ഓർത്തിരിക്കേണ്ടത്. ആൻഡ് അഡൾട്ട് ഫ്രാഞ്ചൈസി, ഇത് സ്ത്രീകൾക്ക് ആദ്യമായിട്ട് ലോകത്ത് നൽകുന്നത് ന്യൂസിലൻഡിലാണ്. ഇൻ 1893 ന്യൂസിലൻഡിലാണ് സ്ത്രീകൾക്ക് ആദ്യമായിട്ട് വോട്ടിംഗ് സഫറേജ് അഥവാ പ്രായപൂർത്തി വോട്ടവകാശം നൽകുന്നത്. 1920 അമേരിക്കയിൽ, USA 1920 അമേരിക്കയിൽ നൽകുന്നത്. 1928 നമുക്ക് ബ്രിട്ടനിൽ ഈ വോട്ടിംഗ് അവകാശം വരുന്നത്. നമുക്കറിയാം, ജനാധിപത്യം, ഡെമോക്രസിയുടെ കളിത്തൊട്ടിൽ എന്ന് പറയുന്നത് ഗ്രീസിലെ ഏതൻസാണ് ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ. എന്നാൽ ആധുനിക ജനാധിപത്യം ഉദയം കൊണ്ട രാജ്യം എന്ന് പറയുന്നത്, കൺട്രി എന്ന് പറയുന്നത് ബ്രിട്ടനാണ്. ബ്രിട്ടനിലാണ് പാർലമെൻറ്റ് ആവിർഭവിക്കുന്നത്. ബ്രിട്ടനിലാണ് പാർലമെൻറ്റുകളുടെ, അത് മദർ പാർലമെൻറ്റ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടൻ പാർലമെൻറ്റാണ്. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ലിഖിത ഭരണഘടന നിലവിലുന്നത് അമേരിക്കയിലാണ്. അലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് ബ്രിട്ടൻ. ഏറ്റവും ചെറിയ കോൺസ്റ്റിറ്റ്യൂഷൻ, ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ളതും അമേരിക്കയിലാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത്, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്? ചോദ്യം. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഈസ് റിലേറ്റഡ് ടു റിസർവേഷൻ ടു ബാക്ക്വേർഡ് ക്ലാസസ്, പിന്നോക്ക വിഭാഗ സംവരണം. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ. പഞ്ചായത്തി രാജ്, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം, ഭരണ പരിഷ്കാരം. ഇതിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് റിസർവേഷൻ ടു ബാക്ക്വേർഡ് ക്ലാസ് ആണ്, പിന്നോക്ക വിഭാഗ സംവരണമാണ്. പിന്നോക്ക വിഭാഗം, അതർ ബാക്ക്വേർഡ് ക്ലാസസ് എന്നൊക്കെ പറയുന്ന പിന്നോക്ക വിഭാഗത്തിലെ ആളുകൾക്കുള്ള സംവരണവുമായി ബന്ധപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പ്രതിപാദിക്കുന്നത്. VP സിംഗ് പ്രധാനമന്ത്രിയാകുമ്പോഴാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നത്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് സർക്കാരിയ കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷനാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത്. പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കമ്മിറ്റിയാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി എന്ന് പറയുന്നത്. ഭരണപരിഷ്കാരവുമായി ബന്ധപ്പെട്ട രണ്ട് കമ്മിറ്റികൾ നമ്മളെപ്പോഴും പറയുന്നത്, ഒന്ന് വെങ്കട ചെല്ലയ്യ, അതേപോലെ തന്നെ വീരപ്പ മൊയ്ലി എന്ന് പറയുന്ന ആളുകളുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളാണ് നമ്മൾ പ്രതിപാദിക്കാറ്. അയവില്ലാത്ത ഭരണഘടനയ്ക്ക് ബാധകമായിട്ടുള്ള പ്രസ്താവന ഏതാണ്? വിച്ച് വൺ of the statement is applicable to rigid constitution? It contains no provision for amendment. ഭേദഗതി ചെയ്യാനുള്ള അവസ്ഥ ഇതിൽ ഉൾക്കൊള്ളുന്നില്ല. It is easy to make amendments. ഭേദഗതി ചെയ്യാൻ വളരെ എളുപ്പമാണ്. It must be an unwritten constitution. എഴുതപ്പെടാത്ത ഭരണഘടനയായിരിക്കും. It requires special procedure for amendments. ഭേദഗതി ചെയ്യുന്നതിന് പ്രത്യേക നടപടിക്രമം ആവശ്യമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് അപ്ലിക്കബിൾ ടു എ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ? റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷന് ഈ പറയുന്നതിൽ ഏതാണ് അപ്ലിക്കബിൾ എന്നുള്ളതാണ്. ആൻസർ, ഇറ്റ് റിക്വയർസ് സ്പെഷ്യൽ പ്രൊസീജിയർ ഫോർ അമെൻമെൻറ്റ്സ് ആണ്. ഇത് ഭേദഗതി ചെയ്യുന്നതിന് പ്രത്യേക നടപടിക്രമങ്ങൾ ആവശ്യമാണെന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ ഉണ്ട്. ആർട്ടിക്കിൾ 368 ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 368 ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ഇന്ത്യ ബോറോ ചെയ്തിരിക്കുന്നത്, ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ദക്ഷിണാഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിന്നാണ് നമ്മുടെ ഇന്ത്യ ഈ ഇനം കടം കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഭരണഘടന ഭേദഗതി ചെയ്യണമെങ്കിൽ, ഇന്ത്യയിൽ ഒരു ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് നടക്കണമെങ്കിൽ പാർലമെൻറ്റിൽ കേവല ഭൂരിപക്ഷം ആവശ്യമാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യൻ പാർലമെൻറ്റ് ഉൾപ്പെടുന്നത് എന്ത് എന്നാണ് ചോദ്യം. ഇന്ത്യൻ പാർലമെൻറ്റ് കൺസിസ്റ്റ് ഓഫ്, ഇന്ത്യൻ പാർലമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ പ്രസിഡന്റ്, ലോകസഭ ആൻഡ് രാജ്യസഭ. ഇന്ത്യൻ പ്രസിഡന്റ് ലോകസഭയും രാജ്യസഭയും ഉൾക്കൊള്ളുന്നതാണോ എന്നാണ് ചോദ്യം. ഫസ്റ്റ് ഓപ്ഷൻ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്, നമുക്ക് അറിയുന്നതാണ്. ഇന്ത്യൻ പാർലമെൻറ്റ് എന്ന് പറയുന്നത്
ഇന്ത്യൻ പ്രസിഡന്റ്, ലോകസഭ, രാജ്യസഭ. ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറയുന്നതും ലോകസഭ എന്ന് പറയുന്നത് ലോവർ ഹൗസാണ്. ലോവർ ഹൗസ് എന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു സഭയാണ് ലോകസഭ. രാജ്യസഭയാണ് അപ്പർ ഹൗസ് എന്നറിയപ്പെടുക. ഇത് മൂന്നും ചേർന്നതാണ് ഇന്ത്യൻ പാർലമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. ലോകസഭയിലേക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് പ്രതിനിധികളെ, നമ്മൾ മെമ്പർ ഓഫ് പാർലമെൻറ്റ് എന്ന് പറയുന്ന ലോകസഭയിൽ ഡയറക്റ്റായിട്ട് നമ്മൾ ആളുകൾ തിരഞ്ഞെടുക്കുന്നു. രാജ്യസഭയിലേക്ക് നമ്മൾ ഇൻഡയറക്റ്റായിട്ടും ആളുകളെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കി വയ്ക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് BR അംബേദ്കർ കണക്കാക്കിയ മൗലിക അവകാശം എന്ത് എന്നാണ് ചോദ്യം. ദ ഫണ്ടമെൻ്റൽ റൈറ്റ് വിച്ച് BR അംബേദ്കർ considered as the heart and soul of Indian Constitution എന്നുള്ള ചോദ്യം. ഫണ്ടമെൻ്റൽ റൈറ്റ് ഏതെന്നുള്ളതാണ്. അപ്പോൾ റൈറ്റ് ടു ഇക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശമാണോ? റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണോ? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ്, ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണോ? കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായുള്ള അവകാശങ്ങളാണ് എന്നാണ് ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നമുക്ക് BR അംബേദ്കറിനെ അറിയാം. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആളാണ് BR അംബേദ്കർ. അദ്ദേഹം ഇതിൽ പറയുന്ന ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ദ സോൾ ആൻഡ് ഹേർട്ട് എന്ന് കൺസിഡർ ചെയ്ത് എന്നുള്ള ചോദ്യം. ഇതിലെ ക്വസ്റ്റ്യൻ ആൻസർ ദ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്നുള്ളതാണ്. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം എന്നുള്ളതാണ് ചോദ്യം. ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരങ്ങൾക്കുള്ള അവകാശമായിട്ട് വരുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ് വരുന്നതാണ് ആർട്ടിക്കിൾ 32 ആൻഡ് ആർട്ടിക്കിൾ 226 എന്ന് പറയുന്ന റിട്ടുകളാണ് ഇതിൽ വരിക. ഇത് സുപ്രീം കോർട്ട് പുറപ്പെടുവിക്കുന്ന റിട്ടുകളാണ്. ഇത് ഹൈക്കോർട്ട് പുറപ്പെടുവിക്കുന്ന റിട്ടുകളാണ്. നമുക്ക് 5 റിട്ടുകളുണ്ട് നമുക്കറിയാം. ഹേബിയസ് കോർപ്പസ്, സെർഷ്യറി, മാൻഡമസ്, പ്രൊഹിബിഷൻ, ക്വാവാറൻറ്റോ തുടങ്ങിയ 5 റിട്ടുകളെ പറ്റി പ്രതിപാദിപ്പിക്കുന്നത് ഇതിലാണ്. റിട്ടുകളൊക്കെ നമ്മൾ ബോർ ചെയ്തിരിക്കുന്നത് ബ്രിട്ടൻ എന്നാണ്. ബ്രിട്ടൻ്റെ ഭരണഘടനയിൽ നിന്നാണ് റിട്ടുകൾ എന്നുള്ള ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിനെയാണ് പ്രത്യേകിച്ചും ഇതിലെ ആർട്ടിക്കിൾ 32നെയാണ് ഈ BR അംബേദ്കർ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി, ദ സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് പ്രിയാമ്പിളാണ്. ആമുഖം, ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളാണ് ദ സോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ മാനിഫെസ്റ്റോ, ദ മാനിഫെസ്റ്റോ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്ന പ്രിയാമ്പിളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെയാണ് ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത്. ദ പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ്, ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് പ്രിയാമ്പിളിനെ, ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്നത് പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് ഓഫ് ഇന്ത്യ എന്ന് പ്രിയാമ്പിളിനെ വിശേഷിപ്പിച്ച ആളാണ് KM മുൻഷി. KM മുൻഷിയാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. തിരിച്ചറിയൽ കാർഡ്, ദ ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പ്രിയാമ്പിളിനെ വിശേഷിപ്പിച്ച ആളാണ്. ദ ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പ്രിയാമ്പിളിനെ വിശേഷിപ്പിച്ച ആളാണ് പൽക്കിവാല. ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പ്രിയാമ്പിളിനെ വിശേഷിപ്പിച്ച ആളാണ്. ഭരണഘടനയുടെ താക്കോൽ എന്ന് ദ കീ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പ്രിയാമ്പിളിനെ വിശേഷിപ്പിച്ച ആളാണ് ഏണസ്റ്റ് ബർക്കർ. ഇതിൻ്റെ പേരാണ് ഏണസ്റ്റ് ബർക്കർ. അപ്പോൾ ഇത്രയും വിശേഷണങ്ങളാണ് നമ്മൾ കറക്റ്റായിട്ട് ഓർത്തിരിക്കേണ്ടത്. ആത്മാവ്, താക്കോൽ, ദ സോൾ ആൻഡ് കീ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ച നെഹ്റുവിനെ കൂടി നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ പ്രിയാമ്പിളിൻ്റെ വിശേഷണങ്ങളെ പറ്റിയിട്ട് പറഞ്ഞത്. പ്രിയാമ്പിൾ എന്ന് പറയുന്ന ആമുഖത്തെ ഓരോ ആളുകൾ വിശേഷിപ്പിച്ചാണ് പറഞ്ഞത്. നമ്മളിവിടെ പറഞ്ഞു പ്രിയാമ്പിളിൻ്റെ വിശേഷണമല്ല. ഇവിടെ പറഞ്ഞത് ഏത് ഫണ്ടമെൻ്റൽ റൈറ്റാണ്. 6 മൗലിക അവകാശങ്ങളുണ്ട്, 6 ഫണ്ടമെൻ്റൽ റൈറ്റുകളുണ്ട്. ആ 6 ഫണ്ടമെൻ്റൽ റൈറ്റിൽ ഏത് ഫണ്ടമെൻ്റൽ റൈറ്റിനെയാണ് BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിച്ചാണ് പറഞ്ഞത്? അത് ഭരണഘടനയുടെ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ് പറയുന്നത്. അത് ആർട്ടിക്കിൾ 32 പ്രത്യേകിച്ച് റിട്ടുകളാണ് അവിടെ പ്രതിപാദിക്കുന്നത്. സമത്വത്തിനുള്ള അവകാശം നമുക്കറിയാം ആർട്ടിക്കിൾ 14 ആണ് സമത്വത്തിനുള്ള അവകാശം എന്ന് പഠിച്ചു വയ്ക്കുക. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നമുക്കറിയാം ആർട്ടിക്കിൾ 19 ആണ്. 19 നമ്മൾ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. 19A, 19B, 19B, C, D, F എന്ന് പറയുന്ന
6 മൗലിക സ്വാതന്ത്ര്യങ്ങളുണ്ട്. അതിലാണ് അഭിപ്രായ സ്വാതന്ത്ര്യം, പത്രസ്വാതന്ത്ര്യമൊക്കെ വരുന്നത്. അതേപോലെ തന്നെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റാണ്. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 29/30 നമ്മൾ അത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ ആർട്ടിക്കിളൊക്കെ നമ്മുടെ മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകളൊക്കെ നമ്മൾ പാർട്ട് 3 എന്ന് ഓർത്ത് വയ്ക്കുക. ഭരണഘടനയുടെ പാർട്ട് 3 ഭാഗത്തിലാണ് ഈ ആർട്ടിക്കിളുകളൊക്കെ പറയുന്നത്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ പറയുന്നത്. ആ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ആർട്ടിക്കിൾ 32 എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റാണ് ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരങ്ങൾക്കുള്ള അവകാശം. അതിനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായിട്ടുള്ള BR അംബേദ്കർ ആത്മാവും ഹൃദയവും, ദ സോൾ ആൻഡ് ഹേർട്ട് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിക്കപ്പെട്ടത് എന്ന് ഓർത്തു വയ്ക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ലോക്പാൽ ആരാണ്? ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റിസ് YV ചന്ദ്രചൂഡ്, ജസ്റ്റിസ് പിനാകി ചന്ദ്ര ഘോഷ്, ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസ് പ്രദീപ് കുമാർ മൊഹന്തി. ദ ഫസ്റ്റ് ലോക്പാൽ ഓഫ് ഇന്ത്യ. ലോക്പാൽ, ലോകായുക്ത എന്നൊക്കെ പറയുന്നത് പൊളിറ്റിക്കൽ അഴിമതി, രാഷ്ട്രീയപരമായിട്ടുള്ള ഭരണരംഗങ്ങളിലെ അഴിമതി തടയുന്നതിനുള്ള സംവിധാനമാണ്. ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ലോക്പാൽ എന്നുള്ള പദവി വഹിച്ചത് ജസ്റ്റിസ് പിനാകി ചന്ദ്ര ഘോഷ് ആണ്. നീതിന്യായ പുനഃപരിശോധന അധികാരം ഉത്ഭവിച്ചത് ഇവിടെയാണ്. ദ പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ ഒറിജിനേറ്റഡ് ഇൻ. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന നീതിന്യായ വ്യവസ്ഥയുടെ പുനഃപരിശോധനാധികാരം. ഈ നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കടം കൊണ്ടിരിക്കുന്നത് USA നിന്നാണ്. ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇന്ത്യൻ ഭരണഘടന USA നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന പ്രൊവിഷനും നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് USA നിന്നാണ്. USA അത് ആവിർഭവിച്ചത്. ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ഒരു കൺട്രിയാണ് USA എന്ന് കൂടി നമ്മൾ അറിഞ്ഞു വയ്ക്കുക. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ദേശീയ ഐക്യവും സംസ്ഥാന അവകാശങ്ങളുടെ സംരക്ഷണവും തമ്മിൽ അനുരഞ്ജിപ്പിക്കുന്നതിനുള്ള രാഷ്ട്രീയ ഉപായം എന്ന് കണക്കാക്കപ്പെടുന്നത് ഏതാണ്? Which of the following is regarded as a political contrivance intended to the reconcile national unity with the maintenance of states' right എന്നുള്ള ചോദ്യം. അതായത് കേന്ദ്രവും സംസ്ഥാനവും, കേന്ദ്രത്തിലൊരു ഗവൺമെൻറ് ഉണ്ട്, സംസ്ഥാനത്തിലും ഒരു ഗവൺമെൻറ് ഉണ്ട്. ഈ രണ്ട് അവകാശങ്ങളും തമ്മിലുള്ള സംരക്ഷണവും തമ്മിൽ അനുരഞ്ജിപ്പിക്കുന്നതിനുള്ള ഉപായം എന്ന് കണക്കാക്കുന്നത് ഏതെന്ന് ചോദിച്ചു. പഞ്ചായത്തി രാജ് ആണോ, മതനിരപേക്ഷതയാണോ, ഫെഡറലിസം എന്നാണോ, ദ്വിമണ്ഡല വ്യവസ്ഥ? ഇതിൽ ഫെഡറലിസം എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഫെഡറലിസം സ്വഭാവമാണ് നമ്മുടെ കേന്ദ്രത്തിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നമുക്കറിയാം 28ഓളം സംസ്ഥാനങ്ങളുണ്ട്, അതേപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. അവയുടെയൊക്കെ ഗവൺമെൻറ് വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്ന സ്വഭാവത്തിനാണ് നമ്മൾ ഫെഡറലിസം എന്ന് പറയുക. ഈ ഫെഡറലിസം എന്ന് പറയുന്ന ഐറ്റം, ആ സ്വഭാവം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് കാനഡയിൽ നിന്നാണ് നമ്മൾ ഇത് കടം കൊണ്ടിരിക്കുന്നത് എന്ന് കൂടി ഓർത്ത് വയ്ക്കുക. ദ്വിമണ്ഡല വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ചില സംസ്ഥാനങ്ങളിൽ നമുക്ക് നിലനിൽക്കുന്ന വ്യവസ്ഥയാണ് ദ്വിമണ്ഡല വ്യവസ്ഥ. കേരളത്തിൽ അങ്ങനെ ഒരു വ്യവസ്ഥയില്ല എന്ന് പറയുന്ന ചില സംസ്ഥാനങ്ങളിൽ അപ്പർ ഹൗസ്, ലോവർ ഹൗസ് നിലനിൽക്കുന്ന, രാജ്യസഭ, ലോകസഭ ഒക്കെ നിലനിൽക്കുന്ന പോലെ 2 മണ്ഡലങ്ങൾ നിലനിൽക്കുന്ന അവസ്ഥയുണ്ട്. അത് നമ്മൾ ദ്വിമണ്ഡല വ്യവസ്ഥ എന്ന് പറയുന്നത്. സെക്യുലറിസം എന്ന് പറയുന്നത് മതനിരപേക്ഷത നമ്മുടെ ഭരണഘടനയെ പ്രൊവൈഡ് ചെയ്യുന്ന വലിയൊരു ക്വാളിറ്റിയാണ്. പഞ്ചായത്ത് രാജ് നമുക്കറിയാം 1959 അധികാര വികേന്ദ്രീകരണത്തിൻ്റെ, അതായത് പവർ സെൻട്രലൈസേഷൻ എന്ന് പറയും, അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഉണ്ടായ സംവിധാനമാണ് പഞ്ചായത്ത് രാജ്. 1959 രാജസ്ഥാനിലാണ് ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് നിലവിൽ വരുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ ശരാശരി വരുമാനം ഹരിയാനയെ അപേക്ഷിച്ച് കുറവാണ്, എന്നാൽ സാമൂഹിക സൂചകങ്ങളിൽ ഹരിയാന പിറകിലാണ്. ഇതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദ്യം. ദ ആവറേജ് ഇൻകം ഓഫ് കേരള ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഹരിയാന, ബട്ട് ഹരിയാന സോഷ്യൽ ഇൻഡിസസ് ആർ ബിലോ ദാൻ കേരള. ദിസ് ക്യാൻ ബി റീസൺഡ് ഓൺ ദ ഫാക്ട് ദാറ്റ്. ഓപ്ഷൻ തന്നിട്ട് ഇവിടെ കേരള എംപ്ലോയ് മോർ പീപ്പിൾ ഇൻ ദ ഓർഗനൈസ്ഡ് സെക്ടർ. കേരളത്തിൻ്റെ ഔപചാരിക തൊഴിൽ മേഖലയുടെ വലിപ്പം. ഫോറിൻ റെമിറ്റൻസ് ഓഫ് കേരള ഈസ് ഹയർ. വർദ്ധിച്ച വിദേശ നാണ്യ പ്രവാഹം. പ്രൈവറ്റ്
കൺസംഷൻ ഗുഡ്സ് ആർ ചീപ്പർ ഇൻ കേരള. സ്വകാര്യ ഉപഭോഗ വസ്തുക്കളുടെ വിലക്കുറവ്. കളക്റ്റീവ് ഗുഡ്സ് ആർ ചീപ്പർ ഇൻ കേരള. സാമൂഹ്യ ഉൽപ്പന്നങ്ങളുടെ വിലക്കുറവ്. ഇതിൽ കറക്റ്റ് ആൻസർ സാമൂഹ്യ ഉൽപ്പന്നങ്ങളുടെ വിലക്കുറവ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഒരു രാജ്യത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം എന്നത് ദ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഓഫ് എ കൺട്രി ഈസ് ദ സം ടോട്ടൽ ഓഫ് വാല്യൂസ് ഓഫ് ആൾ പ്രൈമറി, ഇൻ്റർമീഡിയറ്റ് ആൻഡ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. എല്ലാ പ്രാഥമിക, ഇടനില, അന്തിമ സാധന സേവനങ്ങളുടെയും ആകെത്തുക. ദ സം ടോട്ടൽ ഓഫ് വാല്യൂസ് ഓഫ് ആൾ പ്രൈമറി ആൻഡ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ്. എല്ലാ പ്രാഥമിക, അന്തിമ സാധന സേവനങ്ങളുടെയും ആകെത്തുക. ദ സം ടോട്ടൽ ഓഫ് വാല്യൂസ് ഓഫ് ആൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദ കറണ്ട് ഇയർ. തനത് വർഷം ഉൽപ്പാദിപ്പിച്ച എല്ലാ അന്തിമ ചരക്ക് സേവനങ്ങളുടെയും ആകെത്തുക. ദ സം ടോട്ടൽ വാല്യൂസ് ഓഫ് ആൾ ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദ കറണ്ട് ഇയർ. തൻ വർഷം ഉൽപ്പാദിപ്പിച്ച എല്ലാ സാധനങ്ങളുടെയും ആകെത്തുക. ഇതിൽ നമ്മുടെ കറക്റ്റ് ആൻസർ തനത് വർഷം ഉൽപ്പാദിപ്പിച്ച എല്ലാ അന്തിമ ചരക്ക് സേവനങ്ങളുടെയും ആകെത്തുക എന്നുള്ളതാണ്. ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങളും സേവനങ്ങളും ഉൾപ്പെടുന്നതാണ് ഒരു രാജ്യത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. അറ്റ ഹാജർ അനുപാത സംഖ്യ ലഭ്യമാകുന്നത്. ദ നെറ്റ് അറ്റൻഡൻസ് റേഷ്യോ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് വെൻ the total number of children in the age group of 14 to 15 years is divided by the total number of children attending the school in the same age group. 14 to 15 വയസ്സ് പ്രായത്തിലുള്ള കുട്ടികളുടെ മൊത്തം എണ്ണത്തെ അതേ പ്രായത്തിലുള്ള കുട്ടികളുടെ സ്കൂൾ ഹാജർ നില കൊണ്ട് ഹരിക്കുമ്പോഴാണോ the total number of children attending the school in the age group of 14 to 15 years is divided by the total number of children in the same age group. 14-15 വയസ്സ് പ്രായത്തിലുള്ള കുട്ടികളെ ക്ലാസ് ഹാജർ നിലയെ അതേ പ്രായത്തിലുള്ള ആകെ കുട്ടികളുടെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ ഇതിന് കറക്റ്റ് ആൻസർ ഇത് നമുക്ക് സെലക്ട് ചെയ്യാം. മാനവ വികസന സൂചിക കണക്കാക്കുന്നത് എങ്ങനെയാണ്? HDI ഇൻഡെക്സ് ഈസ് ബേസ്ഡ് ഓൺ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഈസ് ബേസ്ഡ് ഓൺ ഹെൽത്ത്, എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് ആൻഡ് GDP. ആരോഗ്യ നിലവാരം, വിദ്യാഭ്യാസ നില, GDP. പെർ ക്യാപിറ്റ ഇൻകം, എൻവയോൺമെൻറ്റ് ആൻഡ് ഹെൽത്ത് സ്റ്റാറ്റസ്. ആളോഹരി വരുമാനം, പരിസ്ഥിതി ആരോഗ്യ വ്യവസ്ഥകൾ. ആവറേജ് ഇൻകം, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ്. ശരാശരി വരുമാനം, ആരോഗ്യസ്ഥിതി, വിദ്യാഭ്യാസ നില. ഇതിൽ കറക്റ്റ് ആൻസർ ആവറേജ് ഇൻകം, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് ആണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. നമ്മൾ ഈ ഇൻഡെക്സ് ഓരോ രാഷ്ട്രത്തിൻ്റെയും ഈ സൂചികയുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രങ്ങൾക്ക് റാങ്ക് നൽകാറുണ്ട്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൻ്റെ അതിൻ്റെ മാനങ്ങൾ, അതിൻ്റെ അളവുകോലുകളാണ് നമ്മൾ പറയുന്നത് ആവറേജ് ഇൻകം, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാർഷിക മേഖലയിലെ വായ്പ, ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളെപ്പറ്റി നൽകിയിട്ടുള്ള പ്രസ്താവനകൾ തെറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. Sort out the wrong statement on the impact of the increase in the irrigation credit facilities in the agricultural structure. കാർഷിക മേഖലയിലെ അപൂർണ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ കഴിയുന്നു. It can remove the de-reemployment in the same sector. Can stimulate commercial activities. വ്യാപാര പ്രവർത്തനങ്ങൾ ഉത്തേജിപ്പിക്കപ്പെടുന്നു. It can stimulate industries in the urban centers. നഗര കേന്ദ്രീകൃത വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. Can revive small scale village industries. ചെറുകിട ഗ്രാമീണ സംരംഭങ്ങളെ ഉത്തേജിപ്പിക്കുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻസ് പറയുന്നത്. ഓപ്ഷൻ പറയുന്നത് ഇതിൽ ഏതാണ് പ്രസ്താവനകൾ തെറ്റ് എന്നുള്ളതാണ്. റോങ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള ചോദ്യം. നഗര കേന്ദ്രീകൃത വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. Then next question. അസംഘടിത തൊഴിൽ മേഖല തൊഴിലുകളെപ്പറ്റി താഴെ നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ നിന്നും അനുയോജ്യമായത് കണ്ടെത്തുക. Pick out the appropriate answer from the statements given on the nature of employment in the unorganized sector എന്നുള്ളതാണ് ചോദ്യം. കൂലി കുറവാണെങ്കിലും പതിവായി ജോലി ലഭ്യമാണ്. റെഗുലർ എംപ്ലോയ്മെൻറ്റ് ബട്ട് ലോ പെയ്ഡ്.
കൂലി കുറവാണെങ്കിലും തൊഴിൽ സുരക്ഷിതത്വമുണ്ട്. ലോ പെയ്ഡ് ബട്ട് സെക്യൂർഡ്. മെച്ചപ്പെട്ട തൊഴിൽ പരിസരം നിലവിലുണ്ട്. ബെറ്റർ വർക്കിംഗ് എൻവയോൺമെൻറ്റ്. മുകളിൽ സൂചിപ്പിച്ചത് ഒന്നുമില്ല, നൺ ഓഫ് ദ എബോവ്. ഇതിൽ കറക്റ്റ് ആൻസർ കൂലി കുറവാണ് ബട്ട് ജോലി ലഭ്യത ഉണ്ട് എന്നുള്ളതാണ്. റെഗുലർ എംപ്ലോയ്മെൻറ്റ് ബട്ട് വെരി ലോ പെയ്ഡ്, ലോ വേജ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. കടക്കെണിയെപ്പറ്റി ചുവടെ നൽകിയ പ്രസ്താവനകളിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പിക്ക് ഔട്ട് ദ ട്രൂ പെയർ ഫ്രം ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓൺ ദ ഡെപ്റ്റ് ട്രാപ്പ് സിറ്റുവേഷൻ. ഫസ്റ്റ് വൺ, ക്രെഡിറ്റ് pushes a person to the situation in which recovery is not possible. വായ്പ എടുത്തയാളിനെ സംബന്ധിച്ചിടത്തോളം വായ്പ തിരിച്ചടവ് അസാധ്യമായ അവസ്ഥയാണ് എന്ന് പറയുന്നത്. The loan is taken from the village money lender at exorbitant rate of interest. അമിത പലിശ നിരക്കിൽ ഗ്രാമീണ കടമിടപാടുകാരിൽ നിന്നും വായ്പ എടുക്കുന്നത് കൊണ്ട് സംഭവിച്ചത്. ഏണിങ്സ് ആർ നോട്ട് ഇനഫ് ടു കവർ ദ റീപേയ്മെൻറ്റ്. വായ്പ മുടക്കിൽ നിന്നുള്ള വരുമാനം തിരിച്ചടവിനുള്ള തുകയേക്കാളും കുറവായിരിക്കും എന്നുള്ളതാണ് ഒന്ന് പറയുന്നത്. ഇറ്റ് ഹാപ്പൻസ് ഡ്യൂ ടു ദ ഹെവി ക്രോപ്പ് ഫെയിലിയർ ഇൻ ദ കറണ്ട് ഇയർ. തൻ വർഷം ഉൽപ്പാദിപ്പിച്ച വിളനാശം എന്നതാണ് ഇത് കൊണ്ട് വിശദമാക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ രണ്ട് ഓപ്ഷൻസാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഒന്ന് എയും ബിയും ആണ് ഇതിൻ്റെ കറക്റ്റ്. ഈ 1 ഓപ്ഷനാണ്, എയും ബിയും ആണ് ശരിയായിട്ടുള്ളത്. വായ്പ എടുത്തയാളെ സംബന്ധിച്ചിടത്തോളം വായ്പ തിരിച്ചടവ് അസാധ്യമായ അവസ്ഥയാണ് കടക്കെണി. ഇത് സംഭവിക്കുന്നത് അമിത പലിശ നിരക്കിൽ പ്രത്യേകിച്ചും ഗ്രാമീണ കടമിടപാടുകാരിൽ നിന്നും വായ്പ എടുക്കുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. SHGകളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. പിക്ക് ഔട്ട് ദ ഫാൾസ് പെയർ ഫ്രം ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓൺ ദ വർക്കിംഗ് ഓഫ് SHG ഗ്രൂപ്പ്സ് ഗിവൺ ബിലോ എന്നുള്ളതാണ് ചോദ്യം. SHG എന്ന് പറഞ്ഞാൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളാണ്, സ്വാശ്രയ സംഘങ്ങൾ. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്നുണ്ട്, സ്വാശ്രയ സംഘങ്ങൾ എന്നിട്ടുണ്ടായിരിക്കും. അതായത് കുടുംബശ്രീയൊക്കെ പോലെയുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒന്ന് പറയുന്നത് പ്രൊവൈഡ്സ് ക്രെഡിറ്റ് വിത്തൗട്ട് കളക്ടറൽ സെക്യൂരിറ്റീസ്. ഈട് നൽകാതെ അംഗങ്ങൾക്ക് വായ്പ ലഭ്യമാണ് എന്നുള്ളതാണ് ഒന്ന്. കൺസേൺ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആക്ടിവിറ്റീസ്. ആരോഗ്യ കുടുംബക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. SHG ലോൺസ് കനോട്ട് ബി ഇഷ്യൂഡ് ഫോർ ദ റിലീസ് ഓഫ് മോർട്ട്ഗേജഡ് ലാൻഡ്. വായ്പകൾ ജാമ്യ ഭൂമിയുടെ വിടുതലിന് ഉപയോഗിക്കാൻ പാടില്ല. നോ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ചാർജ്ഡ് ഓൺ ലോൺ. വായ്പകളിൽ മേൽ പലിശ ഈടാക്കുന്നില്ല. ഇത് ഏത് പ്രസ്താവനകളും തെറ്റായ ജോഡി കണ്ടെത്താനാണ് പറയുന്നത്. ഇത് ഈട് നൽകാതെ അംഗങ്ങൾക്ക് വായ്പ ലഭ്യമാണ് എന്നുള്ളത് ശരിയാണ്. ആരോഗ്യ കുടുംബക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളത് ജോഡിയും ശരിയാണ്. അപ്പോൾ പിന്നെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത് CD എന്നുള്ള ജോഡിയാണ്. ഈ രണ്ട് ജോഡിയും ശരിയല്ല. ദെർഫോർ CD എന്ന് പറയുന്ന ജോഡി നമുക്ക് കറക്റ്റ് ആൻസറായിട്ട് നമുക്ക് ഇവിടെ എടുക്കാം. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ഏതാണ്? സ്റ്റേറ്റ് ഇൻ ഇന്ത്യ വിച്ച് ദ ലോവസ്റ്റ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ആസ് പെർ 2011 സെൻസസ്. സിക്കിം, അരുണാചൽപ്രദേശ്, രാജസ്ഥാൻ, മിസോറാം. ഡെൻസിറ്റി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശാണ്. ഉദയ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഏറ്റവും കിഴക്കുള്ള സംസ്ഥാനം എന്നറിയപ്പെടുന്ന, ഇന്ത്യയിൽ സൂര്യരശ്മി ആദ്യമായിട്ട് പതിക്കുന്ന സംസ്ഥാനം എന്നൊക്കെ പറയുന്ന സപ്ത സുന്ദരിമാർ എന്നറിയപ്പെടുന്ന അതിൽപ്പെട്ട അരുണാചൽ പ്രദേശിലാണ് ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രത ഉള്ള സംസ്ഥാനം. അതിൻ്റെ ഡെൻസിറ്റി ചോദ്യ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫാൻസി ഒരു റിലേഷൻ കൂടി ഉണ്ട് ഇവിടെ. അതിൻ്റെ ഡെൻസിറ്റി 17 ഈ അരുണാചൽ പ്രദേശിലെ ഡെൻസിറ്റി എന്നുകൂടി മനസ്സിലാക്കുക. ഇത് കേരളത്തിലാണെങ്കിൽ 859 ഒരു ചതുരശ്ര കിലോമീറ്റർ 859 ആൾക്കാർ കേരളത്തിൽ താമസിക്കുമ്പോൾ ഒരു ചതുരശ്ര കിലോമീറ്ററിൽ നമുക്ക് 17 ആളുകളാണ് അരുണാചൽ പ്രദേശിൽ സ്ഥാപിക്കുന്നത്. 382 ആളുകളാണ് ഇന്ത്യയിലെ ഡെൻസിറ്റി വരുന്നത്. 382 ആളുകളാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഏറ്റവും പോപ്പുലേഷൻ കൂടിയ സ്റ്റേറ്റ് എന്ന് പറയുന്നത് UP ആണ്, ഉത്തർപ്രദേശാണ്. അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിലായിരിക്കും ഏറ്റവും കൂടുതൽ MP മാരുള്ളത്, ഏറ്റവും കൂടുതൽ MLA മാരുള്ളത്. ഉത്തർപ്രദേശിൽ നിന്നായിരിക്കും ലോകസഭയിൽ രാജ്യസഭയിലൊക്കെ കൂടുതൽ ആളുകൾ
ഉണ്ടാകുക എന്നുള്ളതൊക്കെ ഓർത്ത് വയ്ക്കുക. ഏറ്റവും കുറവുള്ള സിക്കിമിലാണ്. ജനസംഖ്യ ഏറ്റവും കുറവുള്ള സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സിക്കിമാണ്. ലിറ്ററസി ഏറ്റവും കൂടുതൽ നമുക്കറിയാം, നമുക്ക് അഭിമാനിക്കാം, ദറ്റ് ഈസ് കേരള. ലിറ്ററസി സ്റ്റേറ്റ് ഏറ്റവും കൂടുതൽ കേരളയാണ്. ലിറ്ററസി സ്റ്റേറ്റ് കമ്മിയുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ബീഹാർ ആയിരിക്കും. അതേപോലെ തന്നെ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളയാണ്. അതായത് 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകൾ എന്നുള്ളതിലാണ് സ്ത്രീ പുരുഷാനുപാത റേഷ്യോ വരുന്നത്. ഇത് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. ഏറ്റവും കുറവുള്ള സംസ്ഥാനം എന്ന് പറഞ്ഞാൽ അവിടെ ഹരിയാനയാണ്. ഹരിയാനയിലാണ് സ്ത്രീകളുടെ എണ്ണം, പുരുഷന്മാരുടെ എണ്ണത്തെ അപേക്ഷിച്ചുകൊണ്ട് സ്ത്രീകളുടെ എണ്ണം വലിയ രീതിയിൽ കുറവുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ രീതിയിൽ കുറവുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹരിയാനയാണ്. ഹരിയാനയിലാണ് പെൺഭ്രൂണ ഹത്യ, അതായത് പെൺകുട്ടികളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഗർഭത്തിൽ വെച്ച് തന്നെ ഭ്രൂണഹത്യ നടത്തിയിരുന്ന വലിയൊരു പ്രശ്നം നിലനിന്ന, വലിയ തോതിൽ നിലനിന്ന സംസ്ഥാനമാണ് ഹരിയാന. അതുകൊണ്ട് തന്നെ ഹരിയാനയിൽ ഗർഭിണിയായി കഴിഞ്ഞാൽ ഇപ്പോൾ നിയമമുണ്ട്, ഗർഭിണിയായി കഴിഞ്ഞാൽ ഇഫ് എ ലേഡി ഈസ് പ്രഗ്നൻറ്റ് ഇറ്റ് വാണ്ട് ടു റിപ്പോർട്ട് ഇൻ ദ പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളൊരു നിയമം അതുകൊണ്ടുകൂടി വന്നൊരു സംസ്ഥാനമാണ് ഹരിയാന എന്ന് ഓർത്തു വയ്ക്കുക. ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ, നമ്മൾ പറഞ്ഞ ഈ ഡെൻസിറ്റി ഏറ്റവും കൂടുതലുള്ളത് ഡൽഹിയാണ്. നമ്മൾ കേരളത്തിൻ്റെ പറഞ്ഞു, ആന്ധ്രാപ്രദേശിൻ്റെ പറഞ്ഞു, ഇന്ത്യയുടെ പറഞ്ഞു. ഡൽഹിയിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ഡെൻസിറ്റി സ്റ്റേറ്റ് എന്നുകൂടി ഓർത്തു വയ്ക്കുക. 2011 നടന്നത് 10 വർഷം കൂടുമ്പോഴാണ് സെൻസസ് നടക്കുക. റിപ്പൺ പ്രഭുവിൻ്റെ കാലത്താണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബ്രിട്ടീഷ് ഇന്ത്യ റിപ്പൺ പ്രഭുവിൻ്റെ കാലത്താണ് സെൻസസ് നടക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് 7th സെൻസസാണ് 2011 നടക്കുന്നത് എന്നുകൂടി ഓർത്ത് വയ്ക്കുക.